നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ഇളമാട് ഇടത്തറപ്പണയിൽ ബി.ജെ.പിയുടെ കൊടി വീണ്ടും നശിപ്പിച്ചതായി പരാതി. ഇളമാട് പുളൂണി ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പാർട്ടികളുടെ കൊടികൾ കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ടത്. എന്നാൽ പോലീസിന്റെ സമയോചിതമായ ഇടപെടലും നാട്ടുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും സമചിത്തതയും കൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ബി.ജെ.പി കൊടികൾ പുനഃസ്ഥാപിച്ചിരുന്നു. പുനഃസ്ഥാപിച്ച കൊടികളിൽ ഒരെണ്ണമാണ് വീണ്ടും നശിപ്പിക്കപ്പെട്ടത്. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനും രാഷ്ട്രീയ കൂട്ടായ്മ നശിപ്പിക്കുന്നതിനും വേണ്ടി സാമൂഹ്യ വിരുദ്ധന്മാർ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി നേരിടേണ്ടതായിട്ടുണ്ടെന്ന് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. തുടർന്ന് ബി.ജെ.പിയുടെ കൊടി നശിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ബി.ജെ.പി നേതാക്കൾ രേഖപ്പെടുത്തി. ഇളമാട് പഞ്ചായത്ത് ഓഫീസിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാപിച്ചിരുന്ന കൊടി സാമൂഹ്യനായ ഒരാള് അഴിച്ചുകൊണ്ട് പോവുകയും ചടയമംഗലം പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ, നല്ല മാന്യമായ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ മൂലം ആ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കുകയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ചടയമംഗലം പോലീസിന്റെ ആ പ്രവർത്തനത്തോട് വളരെ നന്ദിയുള്ളവരാണ്. ആത്മാർത്ഥത കാണിച്ചത് ഞങ്ങൾ ഇന്നും കടപ്പെട്ടിരിക്കുകയും ചെയ്യാം. എന്നാൽ ഇന്നലെ രാത്രി ഞങ്ങൾ പകരം കൊടിയിടുകയും ഇന്നലെ രാത്രി ഞങ്ങൾ സ്ഥാപിച്ചിരുന്ന കൊടി വീണ്ടും ഒരു സാമൂഹ്യ വിരുദ്ധൻ എടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നും നമ്മുടെ പ്രദേശത്തുണ്ടാകണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ സൗഹൃദാന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്കോ പോകാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഒരു കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതല്ല. അപ്പൊ വീണ്ടും ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിയെടുക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളെ പറ്റി ഇങ്ങനെ അപവാദങ്ങൾ അപഖ്യാതികൾ പറഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്താൽ രണ്ടു കൈയും നീട്ടി നിൽക്കുന്ന ഒരു സമീപനത്തോട് നമുക്ക് ഇത് യോജിക്കാൻ കഴിയില്ല. ശക്തമായി അക്കാര്യത്തിൽ പ്രതികരിക്കുകയും ശക്തമായ നടപടിയിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്യും. ആ ഒരു അന്തരീക്ഷം ഇടപാട് പ്രദേശത്ത് ഉണ്ടാകരുതെന്നാണ് ഞങ്ങൾ എല്ലാ ബഹുജന സംഘടനകളോടും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അഭ്യർത്ഥിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണത്തിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തുകയും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് ആ പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഒരു ഭാരവാഹികളാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അവരുടെ ഒരു കൈയുണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായി ചടയമംഗലം പോലീസിന്റെ ഒരു ശ്രദ്ധ ഒന്നുകൂടി ഉണ്ടാവുകയും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം, നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഞങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധികാര വിഭാഗത്തോടും ഞങ്ങൾ അറിയിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.